ഡൽഹി ചെങ്കോട്ട സ്ഫോടനം ADG വിജയ് സാക്കറയുടെ നേതൃത്വത്തിൽ NIA-യുടെ 10-അംഗ സംഘം അന്വേഷിക്കും. പൊട്ടിത്തെറിച്ചത് നിർമ്മാണം പൂർത്തിയാകാത്ത ബോംബെന്നും അൻസാർ ഗസോന്ത് ഉൽ ഹിന്ദ് സംഘടനയ്ക്കും പങ്കെന്നും NIA. സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ പാർക്ക് ചെയ്തിരുന്നത് അൽ ഫലക് സർവകലാശാലയ്ക്കുള്ളിൽ. ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളുമായി സർവകലാശാലയ്ക്ക് ബന്ധമില്ലെന്ന് VC ഭൂപീന്ദർ കൗർ ആനന്ദ്. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താൻ സർവകലാശാല പ്രതിജ്ഞാബദ്ധമെന്ന് വിശദീകരണക്കുറിപ്പ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെ വെട്ടിലാക്കി റിമാൻഡ് റിപ്പോർട്ട്. വാസു സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് പത്മകുമാർ പ്രസിഡന്റായ ബോർഡിന്റെ അറിവോടെ. സാവകാശം തേടിയ പത്മകുമാറിനോട് ചോദ്യം ചെയ്യലിന് അടിയന്തരമായി ഹാജരാകാൻ SIT. റിമാൻഡിലുള്ള വാസുവിനെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. ശബരിമല കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലും അഴിമതി നിരോധന വകുപ്പ് കൂടി ചേർത്തേക്കും. നടപടി ഹൈക്കോടതി നിർദ്ദേശാനുസരണം. ശബരിമലയിൽ തീർത്ഥാടന കാലത്ത് സൗകര്യം ഒരുക്കാൻ പ്രത്യേക നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. ശുചിമുറികളുടെ എണ്ണം കൂട്ടാനും വെർച്വൽ ക്യൂ സംവിധാനം കാര്യക്ഷമമാക്കാനും നിർദ്ദേശം. രാസവസ്തു അടങ്ങിയതല്ലെന്ന് തെളിയിച്ചാൽ കുങ്കുമ വിൽപ്പനയുടെ നിരോധനം പിൻവലിക്കാമെന്നും കോടതി. കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രതിഷേധം. ദളിത് ഗവേഷക വിദ്യാർത്ഥിക്കെതിരെ ജാതി അധിക്ഷേപം നടത്തിയ ഡീൻ വിജയകുമാരിയെ പുറത്താക്കണമെന്ന് ആവശ്യം. ഡീനെ അനുകൂലിച്ച BJP സിൻഡിക്കേറ്റ് അംഗങ്ങളും SFI പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം. സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.